ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്ന് മുഹറത്തിൻ്റെ അവധിയാണ് എനിക്ക്. അപ്പോൾ ഞാൻ ഹോസ്റ്റലിലുണ്ട്. അങ്ങനെ ഇന്നലെയാണ് ഓൾമോസ്റ്റ് എല്ലാവർക്കും അവധി കൊടുത്തത്. എനിക്കൊക്കെ ഇന്നാട്ടോ അവധി കിട്ടിയത്. അങ്ങനെ ഞാൻ അവധി കിട്ടിയതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എൻ്റെ ഫേസിലുണ്ട്. ഭയങ്കര ഹാപ്പിയാണ്. ഹോസ്റ്റലിൽ നമ്മളിങ്ങനെ രാവിലെ ലേറ്റായിട്ട് ഉറക്കണീച്ച് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഇങ്ങനെ ചില്ലായിട്ട് ഇങ്ങനെ ഇരിക്കാത്തൊരു നല്ല എല്ലാവരും രാവിലെ ഒരുങ്ങി ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ മാത്രം പുതച്ചുറങ്ങുന്നു. ഒരു ചെറിയ തണുപ്പ് മഴയും കൂടെ ഒക്കെ ആയതുകൊണ്ട് രാവിലെ എണീക്കാൻ പോലും പറ്റൂല കേട്ടോ. അപ്പം നല്ല രസമായിരുന്നു. അങ്ങനെ നല്ല രസമായിരുന്നു. അങ്ങനെ പിന്നെ എന്നോട് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു പുതിയ ജോബ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്. ഞാൻ പറഞ്ഞാടാ, ഇതുവരെ എനിക്ക് അടിപൊളിയാണ്, നല്ല രസമാണ്. ഞാൻ മുന്നേ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തില്ല. അവിടുത്തെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഒരു ഇക്വാളിറ്റി ഉണ്ട്. ഒരു എന്താ പറയുക, അവിടെ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി എന്ന രീതിയിൽ എനിക്ക് എൻ്റേതായ ഒരു വോയിസ് ഉണ്ട്. എനിക്ക് എൻ്റേതായ സജഷൻസ് പറയാനുള്ളൊരു സ്പേസ് ഉണ്ട്. എന്താ പറയുക, ഒരു വാല്യൂ ഉണ്ട്. നമ്മൾ ആ ഒരു കമ്പനിയിലെ എംപ്ലോയി എന്ന രീതിയിൽ ഒരു വാല്യൂ അവിടെ എനിക്കെന്നല്ല, അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ പേഴ്സൺസിനും അതവിടെ ഉണ്ട്. അതിൽ ഞാൻ ആക്ച്വലി ഭയങ്കര ഹാപ്പിയാണെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ എന്നോട് ഒരുപാട് പേര് ചോദിച്ചു, പഴയ കമ്പനി നല്ല കമ്പനിയാണല്ലോ, ടെക്നോ പാർക്കിലായിരുന്നല്ലോ, പിന്നെ എന്താ ഇറങ്ങിയത് എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഞാൻ എന്തായാലും 1 ഇയർ ആകുമ്പോൾ ഇറങ്ങാൻ നിന്ന ഒരാളാണ്. ഫസ്റ്റിൽ ഞാൻ 1 ഇയർ എക്സ്പീരിയൻസ് ആവുക, അവിടെ നിന്ന് ഇറങ്ങുക, ഒരൊറ്റ മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതോടുകൂടി തന്നെയാണ് ഞാൻ കയറിയതും. അങ്ങനെ കയറിയത്. പിന്നെ എനിക്ക് അവിടെ കുറേ കാര്യങ്ങളൊന്നും എനിക്ക് അക്സെപ്റ്റബിൾ അല്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് എന്താ പറയുക എനിക്ക് ഒരുപാട് കുറേ അനാവശ്യമായ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പം ഒരു അൾട്ടിമേറ്റൊക്കെ ആയപ്പോൾ എന്തായാലും ഞാൻ ഇറങ്ങാവുന്ന ഒരാളാണ്. കുറേ ഇൻസിഡൻസ് ഒക്കെ വന്നപ്പം ഇറങ്ങുമ്പോൾ എനിക്ക് എന്താ പറയുക, ഞാൻ എങ്ങനെയാണെന്ന് പ്രൂവ് ചെയ്തിട്ട് എനിക്ക് ഇറങ്ങണം എന്നുണ്ടായിരുന്നു. കാരണം ഇനി കയറുന്ന കമ്പനി അത്രയും ബെസ്റ്റായിട്ടുള്ളൊരു കമ്പനി കയറണം എന്നുള്ളത് വാശിയായിരുന്നു, വിത്ത് ബെറ്റർ പാക്കേജ്. അത് അവിടുത്തെ കമ്പനിയിലുള്ള എന്താ പറയുക, എൻ്റെ അടുത്ത് എനിക്ക് കുറേ നെഗറ്റീവ് എക്സ്പീരിയൻസ് അവിടെ നിന്നുണ്ടായി. കുറച്ച് 2-3 ആൾക്കാരിൽ നിന്ന് അവർക്കുള്ളൊരു റിപ്ലൈ ആണത്. അവർക്കുള്ളൊരു റിപ്ലൈ ആണ്. കാരണം പലർക്കും പല റൂളായിരുന്നു അവിടെ. എനിക്ക് ഒന്നും തന്നെ പറയാൻ താല്പര്യമില്ല. എന്തോ അവിടുത്തെ കുറേ കാര്യങ്ങളൊന്നും എനിക്ക് അക്സെപ്റ്റബിൾ അല്ലായിരുന്നു. ബട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പം പ്രൂവ് ചെയ്തിട്ട് ഇറങ്ങണം എന്നുള്ളത് വാശിയായിരുന്നു. പ്രൂവ് ചെയ്തിട്ട് ഇറങ്ങി. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് തന്നെ ഒരു കംഫർട്ട് സോണിൽ തന്നെ ഇങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്ത് 5-6 വർഷം വർക്ക് ചെയ്യുന്നത് ഒരു ഭയങ്കര നല്ല ഒരു സാധനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കംഫർട്ട് സോൺ വിട്ടിട്ട് പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യുക, ഉയർന്നു പോവുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. അതിൽ ഞാൻ സക്സസ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു ഏജിൽ ഇത്രയും പാക്കേജ് മേടിച്ച് ഇരിക്കാൻ പറ്റുന്നത് ഒരു വലിയൊരു കാര്യമാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ ഫാമിലീനെ എനിക്ക് നോക്കാൻ പറ്റുന്നുണ്ട്. പലർക്കും ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രായത്തിൽ. അപ്പം കുറേ പേര് പണ്ടൊക്കെ എന്നെ ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ല എന്ന് പറഞ്ഞ് കളിയാക്കുമായിരുന്നു. ഇപ്പം ഞാൻ ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ലെങ്കിൽ കൂടി എനിക്ക് ഒരുപാട് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടെങ്കിലും എൻ്റെ ഫാമിലീനെ എനിക്ക് നോക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രൗഡായിട്ടുള്ള കാര്യമാണ്. പലർക്കും ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അവർക്ക് ഞാനൊരു ഇൻസ്പിറേഷൻ, അല്ലെങ്കിൽ ഒരുപാട് പേര് എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എടാ നീ ഇപ്പോൾ ചെയ്ത പല കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ഒരുപാട് ഡ്രീംസ് ഉള്ള ഒരാളാണ്. ഒരു സ്ഥലത്ത് തന്നെ സ്റ്റിക്ക് ഓൺ ആയി ഒരുമാതിരി സ്ലേവിനെ പോലെ പലർക്കും പല റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, മറ്റുള്ള അതായത് എല്ലാ എംപ്ലോയീസിനും ഒരേ റൂളാണെങ്കിൽ എനിക്ക് അത്ര പ്രശ്നമല്ല. ഇത് പലർക്കും പല റൂളാണ്. പലയിടത്തും പല രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത്. ചില ആൾക്കാരുടെ എന്ത് വലിയ ബ്ലണ്ടർ സാധനങ്ങൾ വന്നാലും അവരതൊക്കെ കണ്ടില്ല എന്ന് തന്നെ വയ്ക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ കുറേ ഇൻസിഡൻസ് ഉണ്ടായിട്ടുള്ളൂ. അപ്പം എനിക്ക് ഒരു പോയിന്റ് എത്തിയപ്പോൾ ഇത് അൾട്ടിമേറ്റ് ആണ്. സോ ഇതിനുള്ള റിപ്ലൈ പ്രവൃത്തിയിലൂടെ ചെയ്ത് കാണിക്കണം എന്നുള്ളത് വാശിയായിരുന്നു. ചുമ്മാ അവിടെ ഇരുന്ന് നമ്മൾ വർക്ക് ചെയ്ത് എത്രയൊക്കെ റിസൾട്ട് ഉണ്ടായി കൊടുത്തു കഴിഞ്ഞാലും അതൊന്നും അപ്രീഷിയറ്റബിളും അല്ല. ലൈക്ക് അവരൊന്നും കാണാനും പോണില്ല. നമ്മളെപ്പോഴും മറ്റേ ഒരു ലിസ്റ്റിൽ കൊണ്ടിട്ടിട്ടുണ്ട്, ആ ലിസ്റ്റിൽ തന്നെ കിടക്കുകയുള്ളൂ. അപ്പം അതല്ലാണ്ട് എനിക്ക് പ്രൂവ് ചെയ്ത് കാണിക്കണം എന്നുണ്ടായിരുന്നു. അത് പ്രൂവ് ചെയ്തിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അതിൽ ഐ എം വെരി ഹാപ്പി. പിന്നെ എൻ്റെ ഫാമിലി, ഞാൻ അവിടെ നിന്ന് പേപ്പർ ഇട്ട് ഇറങ്ങുന്നതിൽ എൻ്റെ വീട്ടുകാരായിരുന്നു ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടുള്ളത്. കാരണം അവരെന്നോട് പറഞ്ഞാടാ, ചില ദിവസങ്ങളിലൊക്കെ ഞാൻ അത്രമാത്രം ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് വീട്ടിൽ വരുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പറ്റില്ലെങ്കിൽ നീ നമുക്ക് വേറെ ട്രൈ ചെയ്യാം, ഇതേ ഉള്ളോ കമ്പനി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങുമ്പം ഇതിനൊരു റിപ്ലൈ കൊടുക്കാതെ ഇറങ്ങുകയാണെങ്കിൽ പിന്നെ എന്താണ് അത് കൊടുത്തിട്ട് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. ഹൈറ്റ്സ്, ഉയരങ്ങളിൽ പോകണം. എനിക്ക് ഒരു സ്ഥലത്ത് സ്റ്റിക്ക് ഓണായി നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. അതിനുള്ള റിപ്ലൈ എൻ്റെ അടുത്ത് ആരാണോ അങ്ങനെ കാണിച്ചിട്ടുള്ളത് അവർക്ക് അത് ഞാൻ
അതിനുള്ള പ്രോപ്പർ റിപ്ലൈ കൊടുത്തിട്ടാണ് ഞാൻ പോണത്. പിന്നെ അങ്ങനെ കുറേ പ്രീവിയസ് കമ്പനി ആലോചിക്കുമ്പോഴേ അവിടെ ഒരുപാട് നല്ല മെമ്മറീസ് ഉണ്ട് കേട്ടോ. എനിക്ക് ഒരുപാട് നല്ല ഫ്രണ്ട്സ് ഉണ്ട്. അവിടെ നിന്ന് പറയേണ്ടതായിട്ടുള്ള ഒരു ഫ്രണ്ട് എനിക്കവിടെ കിട്ടിയതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയുന്നത് അവിടുത്തെ HR. അവിടെ ഒരു HR ഉണ്ടായിരുന്നു, അർച്ചന എന്ന പേര്. അവളെ ഞാൻ ഇവിടെ ഫോട്ടോ വെച്ചിരിക്കാം. എനിക്ക് സത്യം പറഞ്ഞാൽ പല പ്രശ്നങ്ങളുണ്ടായപ്പം എൻ്റെ കൂടെ നിന്ന ഒരാൾ എന്ന് വെച്ചാൽ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്ത ഒരാൾ, എനിക്ക് എൻ്റെ ഹേർട്ടിൽ നിന്ന് ഞാൻ പറയുന്ന കാര്യമാണ്. പലർക്കും അവളുടെ അടുത്ത് ഒരുപാട് വിയോജിപ്പും അതും ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇത്രത്തോളം പ്രശ്നം ഉണ്ടായിരുന്നപ്പോഴും എൻ്റെ കൂടെ നിന്ന് എന്താ പറയുക, എനിക്കിപ്പോൾ ചില ദിവസങ്ങളൊക്കെ അവിടുന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് ഫ്രസ്ട്രേറ്റഡ് ആവാറുണ്ട്. അപ്പം നിങ്ങളൊരു റീൽ കണ്ടിട്ടുണ്ടാവും, ഇപ്പം കോർപ്പറേറ്റ് എംപ്ലോയീസിൻ്റെയൊക്കെ അവരും വാഷ്റൂമുമായിട്ടുള്ളൊരു റിലേഷനൊക്കെ എനിക്കൊക്കെ ഭയങ്കര റിലേറ്റബിൾ ആണ് ആ ഒരു സാധനം. അപ്പം എന്താണ്, അപ്പോൾ ഇവളെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ മെസ്സേജ് ഇടാം, എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല, നമുക്ക് 2 മിനിറ്റ് ഒന്ന് പുറത്ത് പോകാം, ഈ ശ്വാസം മുട്ടുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ കൂടെ വരുന്ന ഒരാളാണ് HR. അവൾ എന്തുമല്ല അന്താരാഷ്ട്ര കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾ എത്ര വലിയ മീറ്റിങ്ങിലാണെങ്കിലും ശരി അത് മാറ്റി വെച്ചിട്ട് അങ്ങനെയൊന്നും ആരും വരില്ല. സത്യം പറഞ്ഞാൽ എല്ലാവർക്കും അവരവരുടെ വർക്ക്, അവരവരുടെ പൊസിഷൻ, അവരവർക്ക് അവിടെ ഉയർന്നു പോകണം, അതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്. പക്ഷേ അവൾ പക്ഷെ അങ്ങനെ അല്ല കേട്ടോ. ഭയങ്കര ഒരു ട്രൂ ആയിട്ടുള്ള ഫ്രണ്ടാണ്. ഒന്ന് HR, രണ്ടാമത് ആൻസി. പുള്ളിക്കാരി എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ് കേട്ടോ. അവളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവളെന്ന് പറഞ്ഞാൽ ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടറാണ്. ഇൻട്രോവേർട്ട് ആണെന്ന് വെച്ചാൽ ഇൻട്രോവേർട്ടാണ്. കംഫർട്ടബിൾ ആയി കഴിഞ്ഞാൽ അവൾ ആംബിവേർട്ടാണ്. അവൾ ഇൻട്രോവേർട്ട് എന്ന് ഞാൻ പറയില്ല, ആംബിവേർട്ടാണ്. കംഫർട്ടബിൾ ആയി കഴിഞ്ഞാൽ ഭയങ്കര നൈസാണ്. പിന്നെ കമ്പനി ശരണം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാളാണ്, ഭയങ്കര നൈസ്. അവളും ഇതേ കണക്ക് അവളാണ് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം ജോയിൻ ചെയ്യണതിന് മുന്നേ ഞാൻ ഭയങ്കര മെലിഞ്ഞിരുന്ന ഒരാളാണ്. ആൻസി ഫ്രാൻസിസ് ഡിഫറെൻറ്റ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ട് ഞങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്തൊക്കെ ഭയങ്കര ജോളിയായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്രഷറായിട്ടൊക്കെ കയറുമ്പോൾ നമുക്ക് ആ ഒരു ഇതുണ്ട്. അതിനുശേഷം നമ്മൾ ഫുഡ് ഐറ്റംസും എവിടെയൊക്കെ കടകളുണ്ടോ എല്ലാ കടകളും ഞാൻ ആൻസീൻ്റെ കൂടെ പോയി ഫുഡ് കഴിച്ചിട്ടുണ്ട്. അത് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെന്താ പറയുക, അവൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ അറിയാം. പക്ഷെ അവൾ അങ്ങനെ എപ്പോഴും എക്സ്പ്രസ് ചെയ്യുന്ന ഒരാളല്ല. അവളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അവൾ സമാധാനിപ്പിക്കാറുണ്ട്. അവൾ അങ്ങനെയാണ്. എനിക്കങ്ങനെ അറിയാം. ഞാൻ ഓരോ ഫ്രണ്ടിനെയും ചൂസ് ചെയ്യുമ്പം അവർ ഓരോരുത്തരും ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇതാക്കുക. അവൾ അങ്ങനെയാണ്. അവൾക്ക് അങ്ങനെ പറ്റൂ. അവൾ ആ ഒരു രീതിയിലൊക്കെ എന്നെ സമാധാനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് എനിക്ക് അവിടെ സ്പെഷ്യലായിട്ടുള്ള ആൾക്കാർ. പിന്നെ HR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡാണ്. അവളിപ്പോൾ അവൾക്കിപ്പം പറയേണ്ട കാര്യങ്ങൾ അവൾ ആരെടുത്താലും പറയും. ഞാനും ഏകദേശം അതേപോലെ. പക്ഷെ അവൾ അത്ര അഗ്രസീവ് അല്ല. അവൾ ഭയങ്കര അഗ്രസീവാണ്. അഗ്രസീവ് എന്നൊക്കെ പറയേണ്ട എടുത്തടിച്ച് പറയുന്ന ഒരു ടൈപ്പാണ്. ഞാനെന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെ ഞാൻ ക്ഷമിക്കും, ഒരു പരിധി കൂടെ കഴിഞ്ഞ് എന്നെ പൊട്ടിത്തെറിക്കും. അതാണ് നമ്മൾ തങ്ങളുടെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പം എനിക്കവിടെ മിസ് ചെയ്യണമെന്നല്ല, എനിക്കവിടെ ഇഷ്ടമുണ്ടായിരുന്ന 2 പേര് ആൻസിയും HR-ഉമാണ്. പിന്നെ ഇവിടുത്തെ കമ്പനീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നമുക്കൊരു ഇക്വാളിറ്റി ഉണ്ട്. ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു നമ്മളവിടെ ചിലപ്പോൾ തന്നെ കൊളീഗ്സൊക്കെ ആയിട്ട് പെട്ടെന്ന് സെറ്റായി ഒന്ന് വന്നിരുന്നെങ്കിൽ എന്നാണ്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വലിയ ടൈമൊന്നും, ഞാൻ പെട്ടെന്ന് മിങ്കിളാവുന്നൊരു ടൈപ്പാണെന്ന് നിങ്ങൾക്ക് അറിയാം. അവിടെ എനിക്കങ്ങനെ ഭയങ്കര ടൈമൊന്നും വേണ്ടി വന്നിട്ടില്ല. ആൾക്കാർ അവരൊക്കെ തന്നെ ഇങ്ങോട്ടൊന്ന് ചില്ലായി, എന്താ പറയുക, ഭയങ്കര വൈബായിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. ഭയങ്കര നൈസാണ്. എനിക്ക് അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും വർക്കിംഗ് ലൈഫും എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു 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 നൈസ്. ഇതുവരെ എനിക്ക് ഒരു പ്രശ്നമില്ല ഗൈസ്. കുറച്ച് കഴിയുമ്പോൾ ഞാൻ മാറ്റി പറയണോ എനിക്കറിയില്ല. ഇതുവരെ ഞാൻ ഹാപ്പിയാണ്. എന്താ പറയുക, ഇങ്ങനെ പല അച്ചീവ്മെൻറ്റ്സും ലൈഫിൽ വന്നിങ്ങനെ ഉയർന്ന് പോട്ടെ എല്ലാവരും. എൻ്റെ കൂടെ ഇതേപോലെ ഞാൻ കാരണം ഒരുപാട് പേര് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എടുത്ത് പഠിക്കുന്ന ആൾക്കാരുണ്ട്. എന്താ വെച്ചാൽ ഞാനായിരുന്നു അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ച് ജോലിക്ക് കയറിയ ഫസ്റ്റ്. എന്നിൽ നിന്നാണ് ഈ ഒരു കോഴ്സ് ഞാൻ അതായത് എൻ്റെ ജൂനിയേഴ്സ് ആയിക്കോട്ടെ, എൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അങ്ങനെ കുറേ പേര്. ഇപ്പോൾ ഞാൻ കാരണം ഭാഷ ഇത് ഫോൺ സംസാരിക്കും. അതൊരു ആൻറ്റി ഇവിടെ ക്ലീൻ ചെയ്യാൻ ഒരു ആൻറ്റി വരും കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം ഗൈസ്. ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ ടെറസിൻ്റെ മുകളിലാണ്. അപ്പോൾ താഴെ ഭയങ്കര കേട്ടോ, ടെറസിൻ്റെ മുകളിലാണ്. താഴെ ഭയങ്കര പിള്ളേർ ഡ്രസ്സ് കഴുകിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഞാൻ കാരണം ഞാൻ പഠിച്ചതിൽ ജോലി കിട്ടി എന്നുള്ളത് കൊണ്ടിട്ടൊക്കെ മാത്രം എന്നെ വിശ്വസിച്ച് എന്നെ വിളിച്ച് തിരക്കിയിട്ടൊക്കെ ഒരുപാട് പേര് അവർ കോഴ്സ് എടുത്ത് പഠിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ.
എന്താ പറയുക, ഞാൻ കാരണം കുറേ പേര് വരുന്നവർ എന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് അറിയാത്ത പലരും ഇൻസ്റ്റഗ്രാമിലൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഡിജിറ്റൽ മാർക്കറ്റർ അല്ലേ, ഇന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചതല്ലേ. ഞാൻ എന്തെങ്കിലും ഇടയ്ക്ക് എനിക്കൊരു കുട്ടി മെസ്സേജ് അയച്ചു പറഞ്ഞു, കുട്ടി 12th കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്, അത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇപ്പോൾ പഠിച്ചു, പക്ഷേ ഡിഗ്രി ഇമ്പോർട്ടൻ്റ് ആണല്ലോ, ഡിഗ്രിക്ക് പോകണം എന്നുണ്ട്, ഡിഗ്രിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് എൻ്റെ ടച്ച് വിടാനും പറ്റില്ല, ഓരോ സമയത്ത് ഇങ്ങനെ അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുന്ന ഫീൽഡാണല്ലോ, ഞാൻ എന്താ ചെയ്യുക ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോടൊന്ന് സജഷൻസ് ചോദിക്കുക. പുള്ളിക്കാരി GTech എന്ന് പറയുന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചതാണ്, എനിക്ക് അറിയ പോലുമില്ല, ആരാത് പോലും എനിക്കറിയില്ല. അങ്ങനെയൊക്കെ കുറേ പേര് ജൂനിയേഴ്സ് ആയിക്കോട്ടെ, ഇപ്പോൾ ഭയങ്കര സ്കൂളിൽ പഠിക്കുന്ന, അതായത് ഇപ്പോൾ 12th കഴിഞ്ഞിട്ട് നിൽക്കുന്ന പിള്ളേർ, എന്നെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കണ്ടുപരിചയമുള്ള ആൾക്കാർ, അതായത് ഭയങ്കര സീനിയേഴ്സ് ആയിട്ടുള്ള ചേട്ടന്മാർ, അങ്ങനെ എന്താ പറയുക, എന്ന് വെച്ചാൽ അവരൊക്കെ PG ഒക്കെ കഴിഞ്ഞിട്ട് സ്റ്റിൽ ഒന്നും ആവുന്നില്ല. അപ്പം ഞാൻ ആ ഒരു സമയം കൊണ്ടിട്ട് പെട്ടെന്ന് ജോയിൻ ചെയ്തു എന്നുള്ള ഒരു ഇതുകൊണ്ടിട്ടാവാം, പെട്ടെന്ന് ജോലി കിട്ടി, വർക്ക് ചെയ്തു. അപ്പം അങ്ങനെയൊക്കെ കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ ടെക്നോ പാർക്കിലാണെന്ന് പറഞ്ഞപ്പം ഒരുപാട് പേര് അവിടെ എങ്ങനെയെങ്കിലും ജോലി സെറ്റാക്കി തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് പറയേണ്ട ആൾക്കാരുണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ ടെക്നോ പാർക്കിലല്ല, ഞാൻ കൊച്ചിയിലാണ്. അയ്യോ, ഇപ്പം ഞാൻ എൻ്റെ കൈ കഴിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ കൊച്ചിയിലാണ് ഗൈസ് ഞാൻ വർക്ക് ചെയ്യുന്നത്. എൻ്റെ കമ്പനിയുടെ പേര് ആഡോൺ എന്നാണ്. കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. ഇപ്പം ഞാനൊരു ചിറ്റ്ചാറ്റ് പോലെ നിങ്ങൾ കുറേ പേരെന്നോട് ചോദിച്ചാൽ, ഫസ്റ്റ് എൻ്റെ അടുത്തൊരു പാക്കിംഗ് വീഡിയോ കണ്ടിട്ട് കുറേ പേര് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ഒരു റിപ്ലൈ ആയിട്ടാണ് ഈ ഒരു വീഡിയോ. ഓഫീസ് വ്ലോഗും തുടങ്ങിയ സംഭവങ്ങളും കൊളീഗ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ സെപ്പറേറ്റ് ഒരു കിടുക്കാച്ചി വ്ലോഗുമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. ഒരു കിടിലം ഒരു സംഭവമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. പിന്നെ ഇവിടെ ഞാൻ കോണ്ടൻറ് റൈറ്റർ കം വീഡിയോ പ്രസൻറ്റർ എന്ന് പറഞ്ഞ റോളാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു പാർട്ടാണ്. അപ്പം കൂടുതലും കോണ്ടൻറ് റൈറ്ററും വീഡിയോ പ്രസൻറ്റിങ് റോളാണ് കൂടുതൽ ഫോക്കസ് ചെയ്യണത്. അങ്ങനെ അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു ഫീലിംഗ് എനിക്കുണ്ട്. ഇതിന് മുന്നേ ഒന്നും ഇത്രയും ഒരു 1.5 വർഷം ഞാൻ മുന്നേ വർക്ക് ചെയ്തപ്പോൾ പോലും ഒരിക്കൽ പോലും എനിക്കങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടില്ല കേട്ടോ. ജോയിൻ ചെയ്ത സമയത്ത് ഹാപ്പി ആയിരുന്നു. ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്താണ് സ്ഥിതി എന്നുള്ളത്. പക്ഷേ ഇവിടെ ഞാൻ ഹാപ്പിയാണ്. അങ്ങനെ എന്താ പറയുക, അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ്, നിങ്ങൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടൊന്നും കണ്ടു, ഒരു കാക്കതേ അതിൻ്റെ എവിടെ കാക്ക കാണുന്നില്ലേ നിങ്ങൾ? അതും അവിടെ ഇരുന്നിട്ട് കണ്ടോ, ഞാൻ വ്ളോഗ് ചെയ്യുന്നത് കൊണ്ടിട്ടായിരിക്കാം. അപ്പോൾ മിണ്ടാണ്ടിരിക്കേ. കണ്ട ഞാൻ അവിടെ നിന്ന് പോകണമായിരിക്കും. എന്നാൽ പൊക്കോളാം. അപ്പം എന്തായിരുന്നു എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ ഇവിടെ ആക്ച്വലി ഹാപ്പിയാണ്. അപ്പം ഒരു കിടുക്കാച്ചി വ്ളോഗുമായിട്ട് ഓഫീസ് റിലേറ്റഡ് കൊളീഗ്സും കാര്യങ്ങളും എല്ലാം ആയിട്ടുള്ളൊരു കിട്ടില്ല വ്ളോഗുമായിട്ട് ഞാൻ വരും. അപ്പം ഞാൻ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ പൊസിഷനും കമ്പനിയുടെ പേരും പറഞ്ഞില്ലേ, ഇനി എനിക്ക് എന്താ പറയുക, ഒരു നൈസ് ഒരു സാധനമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് വെയിറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ.